നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എടുക്ക് സുസ്മനെ. ദാ എടുക്ക്. അല്ല, വിശേഷം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. പാവേ, എന്റെ മകൻ ഒരു മത്സരത്തിൽ പങ്കെടുത്തു, ജയിച്ചു. അത് തന്നെ വിശേഷം. ഓ, അമിത ആവേശത്തിന്റെയും ആഹ്ലാദത്തിന്റെയും കാരണം ഇപ്പോഴല്ലേ എനിക്ക് പിടികിട്ടിയത്. മകൻ ജയിച്ചത് ഒളിമ്പിക്സിലൊന്നും അല്ലാന്നൊന്ന് പറഞ്ഞു കൊടുത്തേക്ക് സുസ്മിത. വർഷങ്ങളായിട്ടുള്ള ബന്ധുവാ നിർമ്മലയും പത്രോച്ചായനും ആയിട്ടുള്ളത്. അവരുടെ മില്ലിലെ കൂലിക്കാരനായി മകൻ നിൽക്കുന്നത് കണ്ടപ്പോഴേ പായസം വെച്ച് ആഘോഷിക്കാനുള്ള സന്തോഷമൊന്നും സത്യഭാമിക്ക് തോന്നിയില്ല രാഘവേട്ട. പ്രൈസ് മണിക്ക് വേണ്ടി പത്രോച്ചായന്റെ അച്ഛന്റെ പേരിൽ നടത്തുന്ന സൈക്കിൾ റേസിൽ അവനൊരു സൈക്കിൾ ചവിട്ടി, അതും വെറും 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട്. ഓ, വെറും 2 ലക്ഷം രൂപയോ? അമേ, അഹങ്കാരമാവാം, പക്ഷേ അതിന് കൊടയം കൂടെ പിടിക്കരുത് നീ. ഓ, നമ്മൾ ജീവൻ തുടങ്ങുമ്പോഴേ 2 ലക്ഷം അല്ല, 20 രൂപ വലുതായിരുന്നു ഈ രാഘവൻ നായർക്കേ. 2 രൂപയ്ക്ക് വില പേശി മീൻ വിറ്റിട്ടുണ്ട് രാഘവൻ നായർ. നട്ടല് പൊട്ടുന്ന ഭാരത്തില് ലോഡ് ഇറക്കുകയും കയറ്റുകയും ചെയ്താൽ കിട്ടുന്ന കൂലി വെറും 10 രൂപ. ഓരോ അണാ പൈസയും വലുതായിരുന്നു അന്ന് രാഘവൻ നായർക്കേ. അന്നുണ്ടാക്കിയ സമ്പാദ്യമാ നീ പെരുപ്പിച്ചങ്ങ് വലുതാക്കിയതേ. ഉണ്ടു നിറഞ്ഞിരിക്കുന്നവനെ വിശന്നിരിക്കുന്നവനെ പരിഹസിക്കരുത് ഭാമേ. ദൈവം അത് പൊറുക്കൂല. ചിലപ്പോ തന്നല്ല അങ്ങ് തിരിച്ചെടുത്തു എന്നും വരും. ദൈവത്തിനെ അതിനൊക്കെ ഒരു നിമിഷം മതി. വിഷ്ണു ഒരു റേസിൽ ജയിച്ചെന്ന് കരുതി ഞാൻ എന്ത് ചെയ്യണമെന്നാ രാഘവേട്ടനെ പറയുന്നത്? ഞാനത് ഇവിടെ കിടന്ന് തുള്ളിച്ചാടണോ? അധികം തുള്ളരുതെന്നാ ഞാൻ പറഞ്ഞത്. നിന്റെ അഹങ്കാരത്തിന്റെ പത്തിക്കേറ്റ അടിയാണെന്ന് കരുതി ഒന്ന് ഒതുങ്ങിക്കോ രാഘവേട്ട. ഭാമേ, അവന് പണത്തിന് ആവശ്യം വന്നപ്പോ അവൻ ഇവിടെ കയറി വന്നു. വെറുതെ ഒന്നുമല്ലല്ലോ, കൈവശം ഉണ്ടായിരുന്ന ആധാരം പണയം വെച്ച് കടം വാങ്ങാൻ. എന്നിട്ട് നീ കൊടുത്തോ? ആ ആധാരം ഒന്ന് വാങ്ങിച്ച് വായിച്ചു പോലും നോക്കാതെ നീ അവനെ വെറും കൈയോടെ പറഞ്ഞയച്ചു. പണം ഇല്ലാണ്ടൊന്നല്ലോ. സത്യഭാമയുടെ തണ്ട് അഹങ്കാരം. അതേ നീ തന്നെ അവനെ പൂമാലിട്ട് സ്വീകരിച്ച് പ്രൈസ് മണി സമ്മാനിക്കേണ്ടി വന്നില്ലേ? ഇതിനാ ഭാമയെ പറയുന്നത് വിധിയെന്ന്. ഇത് ഒരു സൂചനയായി കണ്ട് സ്വയം തിരുത്താൻ തയ്യാറായാൽ നിനക്ക് കൊള്ളാം. ഇതൊരു തുടക്കം മാത്രമാ ഭാമേ. വരാനിരിക്കുന്ന നിന്റെ പരാജയങ്ങളുടെ ഘോഷയാത്രകളുടെ തുടക്കമാ. വിഷ്ണുവിന്റെ മുമ്പിലേ നിനക്ക് തലകുനിക്കേണ്ടി വരും. അതെ, ഈ രാഘവൻ നായരുടെ മകനാവൻ. 50 രൂപയും കൊണ്ട് മാർക്കറ്റിലിറങ്ങിയ രാഘവൻ നായർക്ക് ഇത്രയൊക്കെ എത്താമെങ്കിലേ അതിനപ്പുറത്തെത്താനാവും എന്റെ മോൻ വിഷ്ണുവിന്. കഴിഞ്ഞോ? ഇതിവിടെ വെച്ച് തീർക്കാൻ നിനക്ക് മനസ്സുണ്ടായ ഇതിവിടെ കഴിയും. ഇനി തുടരാനാണ് ഭാവമെങ്കിൽ തുടർന്നുകൊണ്ടേയിരിക്കും. സാരോപദേശം കഴിഞ്ഞോന്ന് മാത്ര ഞാൻ ചോദിച്ചത്. ഓ, തുടങ്ങി വെച്ചതൊന്നും നിർത്താൻ സത്യഭാമയ്ക്ക് ഉദ്ദേശം ഇല്ല രാഘവേട്ട. സൈക്കിൾ റേസിലല്ല, ജീവിതത്തിൽ അവനൊന്ന് ജയിച്ചു കാണിക്കട്ടെ, മകനായാലും മരുമകളായാലും. കഷ്ടം. അങ്കിൾ, അത് ഭാമാന്റെ ഉദ്ദേശം എന്താ? ഇറങ്ങിപ്പോടി.
സംസാരിച്ചോട്ടെ. ദേ, അടങ്ങി നിൽക്കുമണേ. നല്ലൊരു ദിവസമായിട്ട് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടല്ലേ. ശാരദാമ്മ, ഇനി ഐശ്വര്യമായിട്ട് അങ്ങോട്ട് ഇരുന്നാട്ടെ. അവിടെ ഇരിക്കുന്നതിന് മുമ്പ് എനിക്ക് എല്ലാരോടുമായിട്ട് 2 വാക്ക് പറയാനുണ്ട്. കുടുംബശ്രീയും ശാരദയും മക്കളെയും സ്നേഹിക്കുന്നവരാ ഇന്നിപ്പോ ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് ഒരു നേട്ടമൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നവര്. അതുകൊണ്ടാ 2 വാക്ക് സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയത്. ഇപ്പൊ ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നന്ദികേടാവും. പെൺമക്കള് മാത്രം പിറന്നതുകൊണ്ടാ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു പോയത്. എങ്കിലും ഒരാൺകുട്ടിയെ പ്രസവിക്കാൻ കഴിയാതെ പോയതിന് എനിക്കൊരിക്കലും സങ്കടമോ വിഷമോ തോന്നിയിട്ടില്ല. ബാലേന്ദ്രൻ ഈ ഹോട്ടൽ പൂട്ടി ഇറച്ചിക്കടയുടെ ബോർഡ് വെക്കുന്നത് വരെ പെൺകുഞ്ഞുങ്ങള് നിധിയാണെന്ന് തന്നെയാ ഇപ്പോഴും എന്റെ അഭിപ്രായം. പക്ഷെ ആൺകുട്ടികൾ ഒരു ബലവാ. ഒരാൺതരിയുള്ള വീട്ടിലോ സ്ഥാപനത്തിലോ കയറി തോന്നിയാസം കാട്ടാൻ ആരും ഒന്നും മടിക്കും. ഒരാൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ബാലേന്ദ്രൻ ഇത്രയും തെമ്മാടിത്തരം ഇവിടെ വന്ന് കാട്ടില്ലായിരുന്നല്ലോ എന്ന് അന്ന് ആദ്യമായിട്ട് ഞാൻ സങ്കടപ്പെട്ടതാ. എനിക്കൊരു മോനില്ലാതെ പോയി. പക്ഷെ അത് വെറുതെ ആയിരുന്നു. എനിക്കൊരു മോനുണ്ട്. ദാ ഈ നിൽക്കുന്ന വിഷ്ണു. ശാരദാമ്മ, ഇവനേക്കാൾ വലിയ എന്ത് ബലവാ കുടുംബശ്രീക്ക് വേണ്ടത്? കുടുംബശ്രീക്ക് ഒരു നാഥനില്ലാതെ പോയല്ലോന്ന് സങ്കടപ്പെട്ട് ഞാനെന്തൊരു മണ്ടിയാന്ന് ആലോചിച്ചു നോക്കിയേ. ശാരദാമ്മ ആദ്യം കാണുമ്പോ തന്നെ എന്റെ മനസ്സിൽ അമ്മയുടെ സ്ഥാനമാണ്. ശാലിനെ ഞാൻ വിവാഹം കഴിച്ചിരുന്നില്ലെങ്കിലും അതങ്ങനെ തന്നെ ആയിരുന്നേനെ. മോനെ, കുടുംബശ്രീക്കോ നിങ്ങൾക്ക് ആർക്കെങ്കിലോ ഒരു ദോഷവും വരില്ല, ഈ വിഷ്ണുവിന് ജീവനുള്ള കാലത്തോളം. സന്തോഷിക്കേണ്ട സമയത്തെ സെന്റി സീൻ എടുത്തിട്ടല്ലേ ഭയങ്കര ബോറായി പോകുമേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.